മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമ്മൾ നേരത്തെ നൽകിയ വാർത്തയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്ലീല കമന്റിട്ട കുമ്പളം സ്വദേശിയാണ് പിടിയിലായത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി DCP അറിയിച്ചിട്ടുണ്ട്. നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈഫ് ന്യൂസ് അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫ് ന്യൂസ് അലിയാർ, ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്തയാളുടെ വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കുമ്പളം സ്വദേശിയായ ഒരു ഷാജിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടരെ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സൈഫ് ന്യൂസ്? അരുൺകുമാർ, 30 പേർക്കെതിരെയാണ് ഹണി റോസിന്റെ പരാതിയിൽ നിലവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഹണി റോസ് അയച്ചു നൽകിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് അടക്കം വെച്ചുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യ അറസ്റ്റാണ് പനങ്ങാട് നിന്ന് കുമ്പളം സ്വദേശിയായ ഷാജിയുടേത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 60 വയസ്സുകാരനായ ഷാജി അശ്ലീല കമന്റ് ഇട്ടതിനാണ് ഹണി റോസിന്റെ പരാതിയിൽ ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷാജിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി അല്പസമയത്തിന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കൊച്ചി DCP അശ്വതി ജിജി പറഞ്ഞത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കും. കാരണം കൃത്യമായ തെളിവുകൾ അടക്കമാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നതും. ഇനി അങ്ങോട്ട് കൂടുതൽ പേർ അശ്ലീല കമന്റ് ഇടുകയാണെങ്കിൽ പരാതി ലഭിച്ചാൽ അവർക്കെതിരെയും കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈഫ് ന്യൂസ്, നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യത്തിനകത്ത് ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് അവിടുത്തെ പോലീസ് ഓഫീസറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ ആ റൈറ്ററുടെ പേര്? ഞാൻ ആ പ്രതിയോടൊപ്പം നിന്നപ്പോൾ യൂണിഫോമിലല്ലാത്തത് കൊണ്ട് ഇത് ആരാണ് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടുത്തെ റൈറ്ററാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ സൈഫ് ന്യൂസ്? എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ റൈറ്റർ ബിന്ദു ആണ്. അത് പ്രതിക്കൊപ്പമുള്ള ആളല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി DCP അശ്വതി ജിജി അവിടെ എത്തിയിരുന്നു. DCPക്ക് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒപ്പം തന്നെ DCP ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത് ഈ ബിന്ദുവിൽ നിന്നാണ്. ബിന്ദു DCPയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ബിന്ദുവിനോട് പറഞ്ഞേക്കൂ, അങ്ങനെ തെറ്റിദ്ധാരണ നമ്മൾ പ്രേക്ഷകർക്കും വേണ്ട. അത് അവിടുത്തെ റൈറ്ററാണ്, ബിന്ദുവാണ് ഉള്ളത്. മഫ്റ്റിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടത് ഈ പ്രതിയോടൊപ്പം നിന്ന് കണ്ടപ്പോൾ നമുക്ക് നേരിട്ട് അറിയില്ലായിരുന്നല്ലോ ബിന്ദുവിനെ. അപ്പൊ ബിന്ദു മാഡം, നോ ടെൻഷൻ. അപ്പോൾ ബിന്ദു മാഡം അല്പം ടെൻഷനിലായി പോയി. പ്രതിയോടൊപ്പം നിന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് അവിടുത്തെ സ്റ്റേഷനിലെ റൈറ്ററാണ്, ബിന്ദു എന്നാണ് പേര്. കാര്യങ്ങളൊക്കെ DCPക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അവർക്കൊരു മാനസിക വിഷമം ഉണ്ടായി എന്നറിയാൻ സാധിക്കുന്നു. അപ്പോൾ അത് അവിടുത്തെ റൈറ്ററാണ്, ബിന്ദുവാണ്. അപ്പോൾ